ഫുൾ എൻഗേജഡ് ആയിട്ട് എടുക്കും. സൂപ്പർ നൂറ് കോടി ഉറപ്പിക്കും. നല്ല പടമാണ്, കിള്ള പടം. മോഹൻലാലിന്റെ ഒരു കിള്ളം കംബാക്കാണ് ശരിക്കും. പഴയൊരു പുതുമുരുകൻ എഫക്ട് പോലെ ഒരു നല്ലൊരു സൂപ്പർ ഫിലിമാണ്. എന്നു കഴിഞ്ഞാൽ പണ്ടത്തെ മോഹൻലാലിന്റെ എക്സ്പ്രഷൻസ് എല്ലാം ഒരു കിട്ടുന്ന ഒരു രീതിയിലൊരു പടം. നല്ല പടം. എനിക്ക് തോന്നുന്നു 100 CR 100 CR മുകളിൽ ഉറപ്പിക്കാം. ലാലാറിനെ തിരിച്ചിട്ട് അതെ മോഹൻലാൽ ആരാണ് കുറെ കാലത്തിന് ശേഷം നല്ലൊരു പടം. അടിപൊളിയുണ്ട്. കുറെ കാലത്തിന് ശേഷം നല്ലൊരു ഫൈറ്റ്. ലാലേട്ടൻ്റെ ഒരു അഭിനയൊക്കെ കൈയടിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് സിനിമയിൽ മസ്റ്റായിട്ട് എല്ലാവരും തിയേറ്ററിൽ വാച്ച് ചെയ്യും. വില്ലൻ അടിപൊളിയാണ്, നല്ല ഡയറക്ഷൻ, എല്ലാം ഒരു നല്ല പടം. എല്ലാവർക്കും കണ്ടിട്ട് ഫാമിലിക്ക് ഫുള്ള് നല്ല രീതിയിൽ കാണാൻ പറ്റും. മോഹൻലാൽ നല്ല രീതിയിൽ അഭിനയിക്കും. മോഹൻലാൽ അങ്ങ് തകർത്താൽ അതിനെ പറ്റിയത് സൂപ്പർ, ഒന്നും പറയാനില്ല. ലാലേട്ടൻ പൊളിച്ചു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വില്ലനെയാണ്. നല്ല പടമായിരുന്നു. പഴയ ലാലേട്ടൻ്റെ ആ ഒരു മാസൊക്കെ ഉണ്ട്. പിന്നെ ടീമാണെങ്കിലും നല്ല ടീമാണ്. ഫാമിലി കുറെ നാളെ കഥയുടെ പുതുമയൊന്നുമില്ല, എടുത്തു വെച്ചേക്കുന്ന രീതി അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ. ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെയാണ്. നല്ലൊരു ഫാമിലി മൂവിയാണ്. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. പക്ഷേ ഓരോ സീനും നമുക്ക് ഇമോഷണലി ആണെങ്കിൽ അങ്ങനെ നമ്മൾ പിടിച്ചിരുന്നു. ഒന്നും പറയാനില്ല. സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി. തുടരുമെന്ന സിനിമ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെയും അതിനെതിരെ കാരണം തെറ്റുകൾ ചെയ്യുന്ന പലരും ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഇന്ന് വരുന്ന തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ആ കുട്ടികൾ ഇത് കണ്ട് മനസ്സിലാക്കട്ടെ. മോഹൻലാൽ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫാമിലി മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്, എല്ലാവരും പോയി കാണണം. നല്ല സിനിമ. ലാലേട്ടൻ അടിപൊളിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു അടിപൊളി മൂവി കണ്ട ഒരു ആവേശത്തോടെ കാണാൻ പറ്റിയ ഒരു ഫിലിമായിരുന്നു. ശോഭന മാമും ലാലേട്ടനുമായിട്ട് പഴയ നൊസ്റ്റാൾജിയ ഫീൽ, അങ്ങനെ ഒരു തുടക്കത്തിൽ അങ്ങനെയൊക്കെ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് അതൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും പോയി കാണണം. ലാസ്റ്റ് വഴി നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഒപ്പം ദൃശ്യം അതേപോലത്തെ കുറേ സീൻസ് നമുക്ക് ഓർമ്മ വരും. ആ ഫൈറ്റ് സീൻസ്, പിന്നെ സ്റ്റേഷനിലെ സീനും, പിന്നെ അത്യാവശ്യം നല്ല അങ്ങനെ നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ അടിപൊളി ഫിലിം. എൻ്റെ മൂഡ് ഇങ്ങനെ തന്നെയായിരുന്നില്ല. ഫിലിം കണ്ടപ്പോൾ ഞാൻ ഓണായി. കുറെ നാളെ ഇങ്ങനെ ഒരു ലാലേട്ടൻ പടം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. എമ്പുരാനായാലും ഇറങ്ങിയ പടങ്ങളെ വെച്ച് നോക്കുമ്പം ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ പടമായിരുന്നു. നല്ലതായിരുന്നു. ശരിക്കും ലാലേട്ടൻ ഇതിൽ കാണുമ്പോൾ അടിപൊളി ലാലേട്ടനാണ്. നല്ല പോയി, അടിപൊളി പോയി. അത് ഒന്നും പറയില്ല. മോഹൻലാൽ ഈസ് ബാക്ക്, അത്രേ ഉള്ളൂ. പെർഫോമൻസ് ചോദിക്കാനുണ്ടോ? അത് നല്ല
ആ ഒടിയന് ശേഷമുള്ള പ്രതീക്ഷയുണ്ടല്ലോ, ഒത്തിരി പേര് കാത്തിരുന്ന ആ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായി ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതിൽ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. എല്ലാ കോമ്പിനേഷനും സൂപ്പർ. നിങ്ങൾക്ക് കാണാം, കുഴപ്പമില്ല. സൂപ്പറായിട്ട് കാലത്തിന് ശേഷം എല്ലാ ഇമോഷൻസും എനിക്കറിയില്ല. പടം നന്നായിരുന്നു, അടിപൊളിയായിരുന്നു.